ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണത് റമദാന്റെ ഇഫ്താർ മീറ്റിന്റെ ഒരു പോസ്റ്ററിന്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്ററാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ വലിയ രീതിയിൽ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സോ നമുക്കതിങ്ങനെ ലാഗ് അടിപ്പിക്കാണ്ട് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പിൻട്രസ്റ്റിൽ പോയിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പിൻട്രസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇതുപോലത്തെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ ഈ ഒരു ഫോട്ടോയിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടും ഈ ഒരു ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇനി ഒരു ഫോട്ടോ അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അതിനെ അലൈറ്റ് മോഷനെ ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് 4:5 ഒരു പ്രൊജക്റ്റ് ഫയൽ ഓപ്പൺ ആക്കാം. ഓക്കെ, ശേഷം നമുക്ക് അതിലേക്ക് ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ആൻഡ് ട്രാൻസ്ഫറിൽ പോയിട്ട് അലൈൻ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സൂം ആക്കിയിട്ട് മേലോട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അടിയിലായിട്ട് നമുക്ക് ബ്ലർ ആഡ് ചെയ്യണം. സോ അതിനെ നമുക്ക് ഒരു ഷേപ്പ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു സെൻറ്ററിലാണ് ഒരു പോയിന്റ് പിടിച്ച് ഒന്ന് റൈറ്റിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നമുക്ക് എഫക്ട് സെക്ഷനിൽ പോയിട്ട് അതേഴ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് കാണും. സോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ വീണ്ടും നമുക്ക് എഫക്ട് സെക്ഷനിൽ ചെന്നിട്ട് ഈ ഒരു ഗോഷ്യൻ ബ്ലറിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഗോഷ്യൻ ബ്ലർ എന്ന് കാണും. സോ ആ ഒരു ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും നമുക്ക് എഫക്ട് സെക്ഷനിൽ പോകണം. എന്നിട്ട് നമുക്ക് ഈ ഒരു വൈപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്ക് ആംഗിൾ നമുക്ക് 90 ആക്കി കൊടുക്കാം, 90 ആക്കി കൊടുക്കുക. ദെൻ ആ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്ലസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ബ്ലർ ഇങ്ങനെ പോണത് കാണാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഒരു നാലാമത് കാണുന്ന ഒരു ഫെദർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഫെയ്ഡ് ആയിട്ട് വരുന്നതാണ് ആ ഒരു ബ്ലർ. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആ ഒരു ഫോട്ടോയ്ക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡിസൈനാണ്. സോ അതിനായി ഞാൻ ഇവിടെ പിൻട്രസ്റ്റിൽ നിന്ന് അത്യാവശ്യം കുറച്ച് ഡിസൈൻസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഈ ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്യണേ. അത് ജസ്റ്റ് ആഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സൂം ആക്കി കൊടുക്കുക. ശേഷം നമുക്ക് ഈ ഒരു ഓവർലിയുടെ ബ്ലെൻഡിങ്ങിൽ ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് ഡാർക്കണ്ണ് കാണും. സോ അതിൽ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു വൈറ്റ് ഒക്കെ റിമൂവ് ആയി കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ പ്ലേസ് ആയിരിക്കണത് കാണാം. സോ ഇനി നിങ്ങൾ വേറെ ഡിസൈനാണ് യൂസ് ചെയ്യണമെങ്കിൽ അത് സ്ക്രീൻ ഫുൾ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആ ഒരു വൈപ്പ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫെയ്ഡ് ആക്കിയ പോലെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് ഒരു ടെക്സ്റ്റ് ആണ്. സോ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ ടെക്സ്റ്റ് ടൂൾ വെച്ചിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു PNG ആണ് ആഡ് ചെയ്യുന്നത്. സോ ഇതേപോലെയുള്ള PNG കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേറെ ടെക്സ്റ്റുകളാണ്. സോ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ദെൻ നമുക്കിത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ബ്ലെൻഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാർക്കിനിൽ മൾട്ടിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആ ഒരു ടെക്സ്റ്റ് മാത്രമായിട്ട് കിട്ടും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ഇനിയും ഇമ്പ്രൂവ് ആണെങ്കിൽ കുറച്ചുകൂടെ ഓവർലീസ് ഒക്കെ ആഡ് ചെയ്താൽ മതി. സോ ഞാൻ അത്യാവശ്യം ഓവർലീസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് നോക്കിയിട്ട് നിങ്ങളുടെ രീതിയിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. അതിനായി നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ അത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഹൊറിസോണ്ടിൽ കൊടുക്കുകയാണെങ്കിൽ അത് റൈറ്റിലേക്ക് വരും. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് അതിൻ്റെ ഒരു ബ്ലെൻഡിങ് മോഡിൽ പോയി കഴിഞ്ഞാൽ ഡാർക്കിൽ മൾട്ടിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ വൈറ്റ് ഒക്കെ റിമൂവ് ആയി കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ഓവർലീസ് ഒക്കെ ആഡ് ചെയ്ത് അറേഞ്ച് ചെയ്യാനുള്ളത്. ഓക്കെ, തൽക്കാലം ഞാനിത് യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോസ്റ്ററിൽ നമ്മുടെ ടീമിൻ്റെ നെയിം കൊണ്ടുവരണം. സോ അതിനെ നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിൽ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ ടീമിൻ്റെ നെയിം ഏതാണോ ജസ്റ്റ് ഒന്ന് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കത് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കുക. ദെൻ അതിൻ്റെ ബ്ലെൻഡിങ്ങിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കോൺട്രാസ്റ്റിൽ ഓവർലാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാനായിട്ട് നമുക്ക് അവിടെ ഒരു ഗ്രേഡിയൻ്റ് ആഡ് ചെയ്യണം. അതിനെ നമ്മൾ ആദ്യം ചെയ്ത ഒരു സ്റ്റെപ്പില്ലേ ഷേപ്പ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ കളർ ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് എഫക്ട് സെക്ഷനിൽ പോയിട്ട് ആഡ് എഫക്റ്റിൽ വൈപ്പ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആഡ് ആക്കിയിട്ട് അതിൻ്റെ ആംഗിൾ വന്ന് നമുക്ക് 90 ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് ആ ഒരു എൻഡ് എന്നുള്ള ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് ആ ഒരു ബ്ലാക്ക് പോകണതാണ്. എന്നിട്ട് നമുക്ക് ആ ഒരു ഫെദർ ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് അതൊന്ന് സൂം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കിട്ടും. അത് നേരെ നമ്മുടെ മേലേക്ക് കൊണ്ടുപോയിട്ട് ഈ ഒരു ലെയർ ജസ്റ്റ് ഒന്ന് അടിയിലേക്കാക്കി കൊടുക്കാം. എല്ലാത്തിൻ്റെ ജസ്റ്റ് ഒന്ന് അടിയിലാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ടീമിൻ്റെ നെയിം അവിടെ കിട്ടും. നെക്സ്റ്റ് ആയി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് അടിയിൽ ടെക്സ്റ്റാണ്. സോ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. എക്സാമ്പിളായിട്ട് ഞാൻ ചെയ്ത് ഈ ഒരു ടെക്സ്റ്റ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കളർ നമുക്ക് ബ്ലാക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, ബ്ലാക്ക് ആക്കിയ ശേഷം നമുക്ക് ഇതിലൊരു ഫോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഈ ഒരു ഫോണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്താൽ ലൈറ്റ് മോഷനിലേക്ക് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ഫോണ്ട് ഞാനിവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫോട്ടോയ്ക്ക് ഒരു ഓവർലേ കൂടെ ആഡ് ആക്കാം. സോ അതിനായി ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഓവർലേ ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ മൾട്ടിപ്ലൈയിൽ പോയി കഴിഞ്ഞാൽ ഡാർക്കനിൽ പോയി കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓവറിൽ അവിടെ അടിപൊളിയായിട്ട് പ്ലേസ് ആയി കിട്ടും. ഓക്കെ, നമ്മുടെ പോസ്റ്റർ ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു CC ആഡ് ചെയ്താൽ മതി. സോ ഈ CC ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്ത് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പോസ്റ്റർ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.